പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ 14 തിങ്കൾ. പ്രധാന വാർത്തകൾ. ഒമാനിൽ 3 പതിറ്റാണ്ടിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള എലൈറ്റ് ജ്വല്ലറി സേവനങ്ങളും പ്രവർത്തനങ്ങളും വിപുലപ്പെടുത്തുന്നു. ഒമാനിലെ ആദ്യത്തെ ഇന്ത്യൻ ജ്വല്ലറിയായ എലൈറ്റ് ഇനി മുതൽ എലൈറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുകയെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഗ്രാൻഡ് ലോഞ്ച് റൂവി റാട്ടോ മാർക്കറ്റ് ഷോറൂമിൽ ഈ വരുന്ന വെള്ളിയാഴ്ച വൈകിട്ട് 5:30 സിനിമാ താരം ഇഷ തൽവാർ നിർവഹിക്കും. ചടങ്ങിൽ പുതിയ ഡയമണ്ട് ശേഖരമായ അസ്ര ഡയമണ്ടും അവതരിപ്പിക്കും. ലൈറ്റ് വെയ്റ്റ് വിഭാഗത്തിൽ ഏറ്റവും നൂതനവും ആകർഷണീയവുമായ ആഭരണങ്ങളുടെ വൻ ശേഖരണം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പൊതുനിരത്തുകളിൽ അഭ്യാസ പ്രകടനം നടത്തിയതിനും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും 7 മോട്ടോർ സൈക്കിളുകൾ പിടിച്ചെടുത്ത് റോയൽ ഒമാൻ പോലീസ്. കസബിലെ സ്പെഷ്യൽ ടാസ്ക് പോലീസ് യൂണിറ്റുമായി സഹകരിച്ച് മുസന്തം ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത്. പൊതുസമാധാനത്തിന് ഭംഗം വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അവരെ അറസ്റ്റ് ചെയ്തത്. നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ഇൻകാസ് ഒമാൻ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറിയും ഒമാനിലെ സാമൂഹിക പൊതുരംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന റജി ഇടുക്കുള അടൂർ നാട്ടിൽ നിര്യാതനായി. 2 പതിറ്റാണ്ടിലേറെ കാലമായി ഒമാനിലെ സാമൂഹിക സാംസ്കാരിക കലാരംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഇൻകാസ് സംഘടനയുടെ തുടക്കകാലം മുതൽ നേതൃതലത്തിൽ പ്രവർത്തിച്ച അദ്ദേഹം പ്രവാസ ലോകത്തെ സാധാരണക്കാരായ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും തൊഴിൽ തട്ടിപ്പിനിരയായി ദുരിത ജീവിതം നയിച്ചിരുന്ന നിരവധി ആളുകളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും എംബസിയുടെയും സുമനസ്സുകളുടെയും സഹായ സഹകരണത്തോടെ അവരെ സുരക്ഷിതമായി നാട്ടിൽ എത്തിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇൻകാസ് ഒമാൻ സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പുകളിലും മറ്റ് സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗം, അടൂർ പ്രവാസി അസോസിയേഷൻ തുടങ്ങി നിരവധി സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്ന റജി ഇടുക്കുള നാട്ടിലെ സജീവ കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായിരുന്നു. വാദി കബീറിലുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ ദീർഘനാളായി സേവനമനുഷ്ഠിച്ചിരുന്ന അദ്ദേഹം അടൂർ കമ്പനാട് സ്വദേശിയാണ്. ഭാര്യ അനു നഴ്സ്, ഖൗല ഹോസ്പിറ്റൽ. മക്കൾ സെറിൽ റജി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, മെറിൻ ആൻ റജി വിദ്യാർത്ഥിനി, വാദി കബീർ ഇന്ത്യൻ സ്കൂൾ. പീഡനാനുഭവത്തിന് മുമ്പ് ക്രിസ്തുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ യാത്രയെ ജനം ഒലീവ് കൊമ്പുകളേന്തിയും വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചും ഓശാന ആർപ്പുവിളികളോടെ സ്വീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഒമാനിലെ ക്രൈസ്തവ ദേവാലയങ്ങളും ഭക്തിനിർഭരമായ കർമ്മങ്ങളോടെ ഓശാന പെരുന്നാൾ കൊണ്ടാടി. ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഇന്ന് നെതർലൻഡ്സിലേക്ക് തിരിക്കും. ഏപ്രിൽ 16 വരെ നീണ്ടുനിൽക്കുന്ന സന്ദർശനവേളയിൽ നെതർലൻഡ്സ് രാഷ്ട്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തും. സഹകരണ മേഖലകളെക്കുറിച്ചും പൊതുവായ ആശങ്കയുള്ള പ്രാദേശികവും അന്തർദേശീയവുമായ വിഷയങ്ങളെക്കുറിച്ചും ചർച്ചയിൽ ഉയർന്നുവരുമെന്നും ദിവാൻ ഓഫ് റോയൽ കോർട്ട് പ്രസ്താവനയിൽ പറഞ്ഞു. പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സഈദ്, ദിവാൻ ഓഫ് റോയൽ കോർട്ട് മന്ത്രി സയ്യിദ് ഖാലിദ് ബിൻ ഹിലാൽ അൽ ബുസൈദി, റോയൽ ഓഫീസ് മന്ത്രി ജനറൽ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ നോമാനി, വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി, പ്രൈവറ്റ് ഓഫീസ് മേധാവി ഡോക്ടർ ഹമദ് ബിൻ സഈദ് അൽ ഔഫി, വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മദിഹ ബിൻത് അഹമ്മദ് അൽ ഷൈബാനി, ഒമാൻ ഇൻവെസ്റ്റ് അതോറിറ്റി ചെയർമാൻ അബ്ദുൽ സലാം ബിൻ മുഹമ്മദ് അൽ മുർഷദി, ഊർജ്ജധാതു വകുപ്പ് മന്ത്രി എഞ്ചിനീയർ സലീം ബിൻ നാസിർ അൽ ഔഫി, നെതർലൻഡ്സിലെ ഒമാൻ അംബാസിഡർ ഡോക്ടർ അബ്ദുള്ള ബിൻ സാലിം അൽ ഹർത്തി എന്നിവരടങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥ സംഘം നെതർലൻഡ്സ് സന്ദർശനവേളയിൽ സുൽത്താനെ അനുഗമിക്കുമെന്നും ദിവാൻ ഓഫ് റോയൽ കോർട്ട് അറിയിച്ചു.
US ഇറാൻ ആണവ വിഷയത്തിൽ ഉന്നതതല ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ച ഒമാനെ പ്രശംസിച്ച് ലോകരാജ്യങ്ങൾ. കഴിഞ്ഞ ദിവസം മസ്കത്തിൽ നടന്ന ചർച്ചയെ പോസിറ്റീവും ക്രിയാത്മകമെന്നും വിശേഷിപ്പിച്ച വൈറ്റ് ഹൗസ് സംഭാഷണത്തിന് സൗകര്യമൊരുക്കിയതിന് ഒമാനോട് നന്ദി പറയുകയാണെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും ഇരു രാജ്യങ്ങളുടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ പ്രസിഡന്റ് ട്രംപിൽ നിന്ന് തനിക്ക് നിർദ്ദേശമുണ്ടെന്ന് ചർച്ചയിൽ പങ്കെടുത്ത US പ്രത്യേക ദൂതൻ വിറ്റ്കോഫ് അറിയിച്ചു. ഈ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. പരസ്പര പ്രയോജനകരമായ ഫലം കൈവരിക്കുന്നതിനുള്ള ഒരു മുന്നേറ്റമായിരുന്നു ചർച്ചയെന്നും അധികൃതർ അറിയിച്ചു. മസ്കത്തിൽ ചർച്ചകൾ നടത്തിയതിനും തന്റെ രാജ്യത്തിനും അമേരിക്കയ്ക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കും ഇറാൻ വിദേശകാര്യമന്ത്രി സുൽത്താനേറ്റിനോട് നന്ദി അറിയിച്ചു. പരസ്പര ബഹുമാനത്തിന്റെ അന്തരീക്ഷത്തിൽ US പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായുള്ള ചർച്ചകൾ ക്രിയാത്മകവും പ്രതീക്ഷ നൽകുന്നതുമാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. ഇന്ന് വിഷു ആഘോഷത്തിനായി പ്രവാസി മലയാളികളുടെ ഒരുക്ക ദിവസമായിരുന്നു ഇന്നലെ. മേടം 1-നാണ് നന്മയും സമൃദ്ധിയും അറിയിക്കുന്ന വിഷു ആഘോഷിക്കുന്നത്. അന്നേ ദിവസം പുലർച്ചെ സമൃദ്ധിയുടെ പുതുവർഷത്തെ വരവേൽക്കാനായി വിഷുക്കണിയുമൊരുക്കും. കണിയും സദ്യയും ഒരുക്കി പ്രവാസികളും വിഷു ആഘോഷിക്കും. വിഷുക്കാലത്ത് വരവേൽക്കാൻ പ്രവാസികൾ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. വിഷു ആവശ്യങ്ങൾക്കായി കേരളത്തിൽ നിന്ന് ചക്ക, മാങ്ങ അടക്കമുള്ള പഴവർഗ്ഗങ്ങളും വാഴയിലയടക്കം പച്ചക്കറികളും എത്തിത്തുടങ്ങിയതോടെ സൂപ്പർ മാർക്കറ്റുകളിൽ വിഷുത്തിരക്ക് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. മസ്കത്തിൽ നടന്ന 3ാമത് ഗൾഫ് ബീച്ച് ഗെയിംസിൽ ഒമാൻ ഓവറോൾ ചാമ്പ്യന്മാരായി. 20 സ്വർണം, 18 വെള്ളി, 7 വെങ്കലം എന്നിങ്ങനെ ആകെ 45 മെഡലുകൾ ആണ് കരസ്ഥമാക്കിയത്. 8 സ്വർണം, 8 വെള്ളി, 6 വെങ്കലം ഉൾപ്പെടെ 22 മെഡലുകൾ നേടി UAE 2ാം സ്ഥാനത്തും 4 സ്വർണം, 6 വെള്ളി, 8 വെങ്കലം ഉൾപ്പെടെ 18 മെഡലുകളുമായി സൗദി 3ാം സ്ഥാനത്തും എത്തി. ോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.